ഹലോ ഗൈസ്, നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒരു ജീപ്പ് ഉണ്ടാക്കി എടുത്താലോ? ആദ്യം തന്നെ നമുക്ക് ഇതുകൊണ്ടൊക്കെ പഴയ PVC എടുത്ത ശേഷം അത് രണ്ടായിട്ട് മുറിച്ച് ഇതുകൊണ്ടൊക്കെ ഷീറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് PVC ഷീറ്റിലോട്ട് ഇതുകൊണ്ടൊക്കെ ജീപ്പിൻ്റെ സൈഡ് വശം വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ടൊക്കെ രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ജീപ്പിൻ്റെ ഇരുവശങ്ങളും ഇതുകൊണ്ടൊക്കെ ചേർത്ത് ഒട്ടിക്കാം. ഒട്ടിച്ച ശേഷം ജീപ്പിൻ്റെ പുറവശം, മുൻവശവും മണ്ടവശവും എല്ലാം നമുക്ക് ഇതുകൊണ്ടൊക്കെ PVC ഷീറ്റ് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുകൊണ്ട് എംസിയിലിട്ട് ആ ഗ്യാപ്പുകളെല്ലാം അടയ്ക്കാം. എന്നിട്ട് നമുക്ക് ജീപ്പിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിലൂടെ നമുക്ക് ഇതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതുകൊണ്ട് വളവുകളൊക്കെ വരേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ഹോട്ട് ഗണ്ണിൻ്റെ സഹായത്തോടെ അത് വളച്ചു കൊടുക്കാം. വളച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതുകൊണ്ട് സാൻഡ് പേപ്പർ ഇട്ട് എല്ലാം നല്ലതായിട്ട് സാൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റോടെ സെറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഹെഡ്ലൈറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് പഴയ ടോർച്ചിൻ്റെ റിഫ്ലക്ടറാണ്. ഈ റിഫ്ലക്ടർ നമുക്ക് വേണ്ട അളവിൽ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴയ ടോയ് കാറിൻ്റെ ചേസിലോട്ട് നമുക്ക് ഈ ബോഡി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ടോയ് കാർ പണിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതുകൊണ്ട് ചേസൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പണിയുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റിലായിരിക്കണം നമ്മൾ ഈ ബോഡി പണിതെടുക്കേണ്ടത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനൽ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം.